ബെരുബറി കേസ് 1960. ബെരുബറി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലേജ്, ഒരു 10-12,000 ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് ബെരുബറി കേസ് എന്ന് പറയാം. അപ്പോൾ കേസ് എന്ന് പറയുമ്പം ബെരുബറി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1960, 1960 ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്ന ഒരു കേസായത്. അപ്പോൾ അതിനൊരു ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു വില്ലേജ്, ഒരു ഗ്രാമമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 10-12,000 വില്ലേജേഴ്സ്, ഗ്രാമീണർ താമസിക്കുന്ന ബെരുബറി എന്നുള്ളൊരു കുഞ്ഞു ഗ്രാമം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ, അത് 1960 വർഷത്തിലാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഉണ്ടായിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പാർട്ടീഷൻ്റെ ഇടയിൽ പെട്ടുപോയ ഒരു കുഞ്ഞു ഗ്രാമമാണിതെന്ന്. അപ്പം ആ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിൽ ഉരുത്തിരിഞ്ഞ് വന്നൊരു ഗ്രാമമാണ് ബെരുബറി എന്ന് പറയാം, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പം ഈ പാകിസ്ഥാൻ നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തു, ഇന്ത്യക്കും സ്വാതന്ത്ര്യം കിട്ടുന്നു ബ്രിട്ടീഷുകാരിൽ നിന്ന്. ദാറ്റ് ഈസ് ഇൻ 1947. വി നോ ദാറ്റ്. ആരുടെ പ്ലാൻ അനുസരിച്ചാണ്? ലോർഡ് മൗണ്ട് ബാറ്റൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ കിട്ടി. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ട് മുറിച്ച് കൊടുക്കുമ്പോൾ ഒരു സ്ഥലത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഈ പാകിസ്ഥാൻ അന്നത്തെ കാലത്ത് വെസ്റ്റ് പാകിസ്ഥാനും നമ്മളിപ്പോൾ കാണുന്ന പാകിസ്ഥാനും കൂടാതെ ഈസ്റ്റേൺ സൈഡിൽ നമ്മുടെ ബംഗ്ലാദേശ് എന്നുള്ള പഴയ പാകിസ്ഥാനാണ് പിന്നീട് ബംഗ്ലാദേശായിട്ട് മാറിയത്. ആ ബംഗ്ലാദേശും ചേർന്ന് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ചേർന്ന് 2 പാകിസ്ഥാൻ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ ബംഗ്ലാദേശിനോട്, ഈസ്റ്റേൺ സൈഡിലുള്ള പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാനോട് ചേർന്ന് നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാൾ എന്ന സംസ്ഥാനത്തിനോട് അതിര് പങ്കിടുന്ന അല്ലെങ്കിൽ ബൗണ്ടറി പങ്കിടുന്ന ഒരു കുഞ്ഞു വില്ലേജാണ് ഈ ബെരുബറി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2ആയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി അന്ന് ഈ ലാൻഡൊക്കെ സർവേ ചെയ്യുന്ന ഒരു സർവേയറിനെ കൊണ്ടുവരുന്നുണ്ട്. ലോർഡ് മൗണ്ട് ബാറ്റൻ തന്നെ കൊണ്ടുവരുന്നുണ്ട്. സോ ഹിസ്റ്ററി പഠിക്കുന്നവർക്കറിയാം, ദാറ്റ് ഈസ് ലോർഡ് സിറിൽ റാൻക്ലിഫ് വന്നിട്ട്, അല്ലെ സർവേയർ വന്നിട്ട് ഇതിങ്ങനെ അളന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അളന്നിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈസ്റ്റേൺ സൈഡിലും വെസ്റ്റേൺ സൈഡിലും, അതായത് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാൾ എന്നുള്ള രീതിയിൽ 2ആയിട്ട് മുറിച്ച് നടുക്കൊരു വര വരച്ചു. അങ്ങനെ ഡീലിനിയേറ്റിങ് ചെയ്യുന്നുണ്ട് പുള്ളി. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാഡ്ക്ലിഫിന് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരു വില്ലേജ്, അതായത് ബെരുബറി എന്നുള്ള വില്ലേജ് ഈ കട്ട് ചെയ്ത സമയത്ത് മിസ്ഡായി. അപ്പം മിസ് ചെയ്ത് മാത്രമല്ല, അത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിലായി. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഇതിനെതിരെ ക്ലെയിം ചെയ്യുകയും ആ ക്ലെയിമാണ് പിന്നീടൊരു കേസായിട്ട് മാറുകയും ചെയ്ത്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ബെരുബറി കേസ് എന്ന് പറയാം. ഇതിനൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നീട് അങ്ങോട്ട്. കാരണം ഈ ഒരു ക്ലെയിം പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്ന സമയത്ത് പിന്നീട് ഇതിനെക്കുറിച്ച് റീസ്ട്രക്ചർ ചെയ്ത് പഠിക്കാൻ വേണ്ടി വേറൊരു ലോഡിനെ കൂടെ അപ്ലൈ ചെയ്യുന്നത്, ദാറ്റ് ഇസ് ലോർഡ് ബാഗറ്റ് ട്രിബ്യൂണൽ എന്നും പറഞ്ഞു. അപ്പോൾ ഈ ലോർഡ് ബാഗറ്റ് ട്രിബ്യൂണൽ 1950 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു 3 വർഷം കഴിഞ്ഞ് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം ഈ ഒരു ഏരിയയ്ക്ക് വേണ്ടി ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ് 1952 പാകിസ്ഥാൻ അഗെയിൻ ഡിമാൻഡഡ് ഫോർ ദ സെയിം പ്ലേസ്. അങ്ങനെ വീണ്ടും ഈ സ്ഥലത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അന്ന് ഓൾറെഡി ഇന്ത്യക്കും സ്വാതന്ത്ര്യം കിട്ടി, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ എന്നും പറഞ്ഞൊരു സംസ്ഥാനം ഉണ്ടാകുകയും ആ സംസ്ഥാനത്ത് ഒരു ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി വരികയും ചെയ്തു. ആ മുഖ്യമന്ത്രി പേരാണ് ബിധാൻ ചന്ദ്ര റോയ്. അപ്പോൾ ബിധാൻ ചന്ദ്ര റോയ് ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ബിധാൻ ചന്ദ്ര റോയുടെ കൺട്രോളിൽ നിൽക്കുന്ന ബെരുബറി എന്നൊരു വില്ലേജിനെ പാകിസ്ഥാന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ വരുന്നുണ്ട്. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് അസംബ്ലിയിൽ, അതായത് വെസ്റ്റ് ബംഗാളിൻ്റെ നിയമസഭയിൽ ഈ ഒരു മൂവ്മെൻറ്റിനെതിരെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10,000-15,000 പേര് ബംഗാളികളായിട്ടുള്ള ആൾക്കാർ അവരുടെ വിരൽ മുറിച്ച് ചോര കൊണ്ട് കത്തെഴുതി അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ടുള്ള രാജേന്ദ്ര പ്രസാദിന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനെതിരെ. അങ്ങനെ കൊടുക്കാൻ പാടില്ല, അത് ഞങ്ങളുടെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗമായിട്ട് 1958 നെഹ്റുവിൻ്റെ ഒരു എഗ്രിമെൻറ്റ് വരുന്നുണ്ട്, നെഹ്റു നൂൺ എഗ്രിമെൻറ്റ്. അപ്പോൾ അങ്ങനെ ആ ഒരു നൂൺ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകാം, എന്തിനിങ്ങനെ പോകുന്നുള്ള രീതിയിൽ തീരുമാനമാകുകയും 2 രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും ഡിസൈഡ് ചെയ്യുവാണ് ഈ എൻക്ലേവ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം എന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദാറ്റ്സ് മാറ്റർ അബൌട്ട് ദ ആർട്ടിക്കിൾ 143 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ആർട്ടിക്കിൾ 140 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് വായിക്കണം എല്ലാവരും.
ഇപ്പോൾ ആർട്ടിക്കിൾ 143 നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അബൌട്ട് പ്രസിഡൻഷ്യൽ റെഫറൻസ് ആണ്. അതായത് പ്രസിഡൻറ്റിന് ഏതെങ്കിലും ലീഗൽ മാറ്റേഴ്സിൽ സംശയം വന്നാൽ സുപ്രീം കോർട്ടിനോട് അഡ്വൈസ് ചോദിക്കുക എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ 143 ഉദ്ദേശിക്കുന്നത്. അഡ്വൈസ്. അപ്പോൾ ഈ അഡ്വൈസിൽ സുപ്രീം കോടതി എന്ത് ചെയ്യും? അതിന് അഡ്വൈസ് ചെയ്യും. ആ അഡ്വൈസ് പ്രസിഡൻറ്റിന് വേണമെങ്കിൽ ഫോളോ ചെയ്യാം എന്നാണ്, നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ബൈൻഡിങ് അപ്പോൺ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അങ്ങനെ ഒരു പോയിൻ്റ് അവിടെ ഉണ്ട്. സോ ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡൻറ്റ് കൺസൾട്ട് ചെയ്യുന്നുണ്ട് സുപ്രീം കോടതിനെ ഈ വിഷയത്തിൽ. ഓക്കെ, അപ്പോൾ അന്ന് ചോദിക്കുന്ന ഏറ്റവും വലിയൊരു പ്രസിഡൻറ്റ് സുപ്രീം കോടതിനോട് അഭിപ്രായം ചോദിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളീ പറഞ്ഞ ബെറുബാറിയുടെ ആ ഒരു സംഭവം ടേക്ക് ഓവർ ചെയ്ത് നമ്മുടെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലീഗൽ ആക്ഷൻ നെസസറി ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിയലൈസ് ചെയ്യുന്ന വേറൊരു വലിയ സത്യം, നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 1, 2, 3, 4 എല്ലാം യൂണിയൻ ആൻഡ് ടെറിട്ടറിയെ കുറിച്ചാണ് പറയാം. ആ പറഞ്ഞതിൽ ആർട്ടിക്കിൾ 3 ഈസ് ടോട്ടലി ഡീലിംഗ് വിത്ത് ന്യൂ സ്റ്റേറ്റ്സ്. പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആർട്ടിക്കിൾ 3 കിടക്കുന്നത്. നിങ്ങൾ ആർട്ടിക്കിൾ 3യും കൂടെ ഒന്ന് വായിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ 3യിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? അത് പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു, വേറൊരു സ്റ്റേറ്റിൽ നിന്ന് മുറിച്ചെടുത്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പുതിയതുണ്ടാക്കുന്നു, അങ്ങനെ ഉണ്ടാക്കുന്നതിന് ബൗണ്ടറി ഉണ്ടാക്കുന്നു, അങ്ങനെ ഉണ്ടാക്കുന്നതിനെ വീണ്ടും സംസ്ഥാനങ്ങളോ ജില്ലകളോ ആക്കി തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 3യിൽ എഴുതിയേക്കുന്നത്. അവിടെ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല വേറൊരു രാജ്യത്തിന് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രോപ്പർട്ടി കൊടുക്കാം എന്നൊരു ഓപ്ഷനില്ല. ഓൾറെഡി ഇന്ത്യൻ യൂണിയൻ്റെ അകത്തുള്ള സ്ഥലങ്ങളെ സംസ്ഥാനങ്ങളായിട്ട് മുറിക്കാനോ അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളെ ചേർത്ത് വേറെ സംസ്ഥാനം ആക്കാനോ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷനേ ഉള്ളൂ. So there is no point in decreasing the territory of India by giving the space to someone else. അതാണ് പ്രശ്നം. ഈ ഒരു ആസ്പെക്റ്റിനെയാണ് ഏറ്റവും വലിയ ഒരു ആസ്പെക്റ്റ്, ഈ ഒരു ആസ്പെക്റ്റാണ് ഏറ്റവും വലിയ ഡിസ്കഷൻ ആ സമയത്തുണ്ടായത്. സോ സുപ്രീം കോർട്ടിൻ്റെ റെഫറൻസിൽ ഈ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതിൽ സുപ്രീം കോർട്ട് പറയുന്നുണ്ട് ആർട്ടിക്കിൾ 1ലും ആർട്ടിക്കിൾ 3ലും ഒന്നും ഇങ്ങനൊരു ഓപ്ഷനേ ഇല്ല. കട്ട് ചെയ്യാൻ പറ്റും. അത് ഒരിടത്തും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിടത്തും പറയുന്നില്ല ഇന്ത്യയുടെ ടെറിട്ടറിനെ ഡിക്രീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. പക്ഷേ വേണമെങ്കിൽ വേറെ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് കട്ട് ചെയ്ത് വേറെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ആ 1958 സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നെഹ്റു ന്യൂൺ അഗ്രിമെൻറ്റിനകത്ത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ബെറുബാറി കേസിൻ്റെ സംഭവം എന്താ വെച്ചാൽ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറ്റുന്ന പറയുന്നത് എന്താ, നമ്മുടെ ഇന്ത്യയുടെ ലാൻഡ് കുറയാൻ പാടില്ലെന്നല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു ഫോർ എക്സാമ്പിൾ 10 ഏക്കർ സ്ഥലം കൊടുത്തപ്പം പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് വേറൊരു സൈഡിൽ നിന്ന് 10 ഏക്കർ ഇങ്ങോട്ട് മേടിച്ചു. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് പറ്റി, ഈ ഒരു പോയിൻ്റ് വയലേഷൻ ഉണ്ടായില്ല. കനോട്ട് ഡിക്രീസ്, ടെറിട്ടറി ഡിക്രീസ് ആയിട്ടില്ല, പക്ഷേ എ പോയിൻ്റ് ഓഫ് എക്സ്ചേഞ്ച് ഹാസ് ഹാപ്പൻഡ്. അപ്പം ആ ഒരു പോയിന്റിൽ നിന്ന് ആസ്പെക്റ്റിൽ നിന്ന് ആ ഒരു രീതിയിൽ പ്രസിഡൻഷ്യൽ റെഫറൻസിന് പ്രസിഡൻറ്റിന് ഒരു ഉപദേശം കിട്ടുകയും ആ ഒരു ചർച്ച ബെറുബാറി കേസിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും അതാണ് 1960 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലസ് ബെറുബാറി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസായിട്ട് മാറുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാനീ പറഞ്ഞ ആസ്പെക്റ്റുകളെല്ലാം ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കുറച്ച് പുസ്തകങ്ങളൂടെ വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും ഐ മെൻഷൻ ഇൻ ദിസ് ടോക്ക്. ബട്ട് ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ വിഷയത്തിൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കേസ്. ഓക്കെ, സോ ഗുഡ് ഡേ.